നമസ്കാരം. ഷീറ്റ് മെറ്റലിൻ്റെ ചിപ്പിംഗ് അഥവാ ഷിയറിങ്ങിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാനാവും. ഒരു വുഡൻ മാലറ്റ് ഉപയോഗിച്ച് ഒരു ഷീറ്റ് ഫ്ലാറ്റൻ ചെയ്യുക. വിവിധതരം ജിയോമെട്രിക്കൽ ഷേപ്പുകൾ മാർക്ക് ചെയ്യുക. ഒരു ഫ്ലാറ്റ് ചിസിൽ ഉപയോഗിച്ച് വിവിധതരം ജിയോമെട്രിക്കൽ ഷേപ്പുകൾ ചിപ്പ് ചെയ്യുക. ഈ എക്സർസൈസിന് ആവശ്യമായ ടൂളുകൾ താഴെ പറയുന്നവയാണ്: സ്റ്റീൽ റൂൾ, ഡിവൈഡർ, ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് സൈസസ് ഓഫ് ഫയൽസ്, സർഫേസ് ടേബിൾ, ഡോട്ട് പഞ്ച് ആൻഡ് സെൻറ്റർ പഞ്ച്, ബാൽ പീൻ ഹാമർ, ആൻവിൽ, സ്ക്രൈബർ, സ്നിപ്പ്, ടിൻമെൻസ് ആൻവിൽ, വുഡൻ മാലറ്റ്, ഫ്ലാറ്റ് ചിസിൽ. ഷീറ്റ് മെറ്റൽ 160 mm ഇൻറ്റു 160 mm അളവിലേക്ക് ഒരു സ്നിപ്പ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഷീറ്റ് മെറ്റൽ ഒരു ടിൻമാൻസ് ആൻവിലിനു മുകളിൽ വെച്ച് ഒരു വുഡൻ മാലറ്റ് ഉപയോഗിച്ച് ഫ്ലാറ്റൻ ചെയ്യുക. ഷീറ്റ് മെറ്റലിൽ സ്ക്വയർ മാർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കാദ്യം പഠിക്കാം. സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് ഷീറ്റ് മെറ്റലിൽ ഒരു 150 mm സ്ക്വയർ മാർക്ക് ചെയ്യുക. ഷീറ്റ് മെറ്റൽ 150 mm സ്ക്വയറിലേക്ക് ഒരു സ്നിപ്പ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഉപയോഗിച്ച ഷീറ്റ് മെറ്റലിൻ്റെ അരികുകൾ ഡീബർ ചെയ്യുക. ഒരു സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് മധ്യഭാഗം O നിർണ്ണയിക്കാൻ ചതുരത്തിൻ്റെ സൈഡുകൾക്ക് ലംബമായി സെൻട്രൽ ലൈനുകൾ ഡ്രോയിങ് അനുസരിച്ച് മാർക്ക് ചെയ്യുക. ഒരു പ്രിക് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ആർക്ക് സെൻറ്റർ O വിറ്റ്നസ് മാർക്ക് ചെയ്യുക. നമുക്കിനി ഷീറ്റ് മെറ്റലിൻ്റെ ഒരു സർക്കിൾ മാർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കാം. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡർ 60 mm നീളത്തിലേക്ക് സെറ്റ് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സെൻറ്റർ O ഉപയോഗിച്ച് ഒരു 60 mm റേഡിയസ് ഉള്ള സർക്കിൾ മാർക്ക് ചെയ്യുക. നമുക്കിനി ഷീറ്റ് മെറ്റലിൽ ഒരു ഹെക്സഗൺ മാർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കാം. അറിയപ്പെടുന്ന വശം A ആയ ഒരു ഹെക്സഗണിൻ്റെ സർക്കം സർക്കിളിൻ്റെ റേഡിയസ് ഹെക്സഗണിൻ്റെ വശത്തിന്, അതായത് Aക്ക് തുല്യമാണ്. 50 mm വശങ്ങളുള്ള ഒരു ഹെക്സഗൺ മാർക്ക് ചെയ്യുന്നതിനായി ആദ്യം ഒരു ഡിവൈഡറും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് 50 mm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ മാർക്ക് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡർ 50 mm നീളത്തിലേക്ക് സെറ്റ് ചെയ്യുക. പോയിൻ്റ് PS, പോയിൻ്റ് QR, T, U എന്നിവിടങ്ങളിൽ നിന്ന് സർക്കിൾ വിഭജിക്കുക. $50 mm വശങ്ങളുള്ള ഒരു ഹെക്സഗൺ മാർക്ക് ചെയ്യുന്നതിനായി P, Q, R, S, T, U എന്നീ പോയിന്റുകൾ സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് ജോയിൻ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഷീറ്റ് മെറ്റലിൽ പെൻറ്റഗൺ അടയാളപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാം. ഇതിനായി ആദ്യം നമുക്കൊരു സാധാരണ പെൻറ്റഗണിൻ്റെ സർക്കം സർക്കിളിൻ്റെ റേഡിയസ് നിർണ്ണയിക്കാം. ഒരു പോളിഗോണിൻ്റെ രണ്ട് കർണങ്ങൾക്കിടയിലുള്ള ആന്തരിക കോൺ ലഭിക്കുന്നതിന്
തീറ്റ ഈക്വൽസ് ടു 360 ഡിവൈഡഡ് ബൈ n വഴിയാണ്. ഇവിടെ n എന്നത് വശങ്ങളുടെ എണ്ണമാണ്. ഒരു പെൻഡഗന്റെ വശങ്ങളുടെ എണ്ണം 5 ആണ്. അതിനാൽ രണ്ട് ഡയഗണൽസിനിടയിലെ ആന്തരിക കോൺ ഇങ്ങനെ ലഭിക്കും. തീറ്റാസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ n ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 72 ഡിഗ്രീസ്. 72 ഡിഗ്രി ആന്തരിക കോണുമായി രൂപപ്പെട്ട ട്രയാങ്കിളുകളിലൊന്നിൻ്റെ ബേസ് പെൻഡഗണിൻ്റെ ഒരു വശമായി പരിഗണിക്കുക. അപ്പെക്സ് മുതൽ ബേസ് വരെ വരച്ച ഒരു ലൈൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രയാങ്കിളിൻ്റെ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുകളായി വിഭജിക്കുന്നു. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ കോണിൻ്റെ സൈൻ നൽകുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ ഹൈപ്പോട്ടനിയസിൻ്റെ അനുപാതമാണെന്ന് നമുക്ക് അറിയാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടീനിയസ്. Sin theta divided by 2 is equal to a divided by 2 divided by r. അതിനാൽ പെൻഡഗണിൻ്റെ വൃത്ത ചുറ്റളവിൻ്റെ റേഡിയസ് ഇത് നൽകും. r is equal to a divided by 2 into sin theta divided by 2. r is equal to 40 divided by 2 into sin 72 divided by 2. r equal to 34.026 mm, approximately equal to 34 mm. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡർ 34 mm നീളത്തിലേക്ക് സെറ്റ് ചെയ്യുക. O കേന്ദ്രമായി ഒരു ഡിവൈഡർ ഉപയോഗിച്ച് 34 mm റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡർ 40 mm നീളത്തിലേക്ക് സെറ്റ് ചെയ്യുക. പെൻഡഗൺ എക്സ്, വൈ, സെഡ്, ടി, വി ലഭിക്കുന്നതിനായി ടി, സെഡ്, വൈ, എക്സ്, വി എന്നീ പോയിന്റുകളിൽ സർക്കിളിനെ വിഭജിക്കുക. mm വശങ്ങളുള്ള പെൻഡഗൺ മാർക്ക് ചെയ്യുന്നതിനായി ടി, സെഡ്, വൈ, എക്സ്, വി എന്നീ പോയിന്റുകൾ ഒരു സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഷീറ്റ് മെറ്റലിൽ ട്രയാങ്കിൾ അടയാളപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാം. ഇതിനായി നമുക്കാദ്യം ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് നിർണ്ണയിക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങളുടെ എണ്ണം 3 ആണ്. അതിനാൽ രണ്ട് ഡയഗണലുകൾക്കിടയിലെ ആന്തരിക കോൺ ഇങ്ങനെ ലഭിക്കും. തീറ്റ ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ n ഈസ് ഈക്വൽ ടു 360 divided by 3 is equal to 120 degrees. 120 ഡിഗ്രി ആന്തരിക കോണുമായി രൂപപ്പെട്ട ട്രയാങ്കിൾസിലൊന്നിൻ്റെ ബേസ് ട്രയാങ്കിളിൻ്റെ ഒരു വശമായി പരിഗണിക്കുക. അപ്പെക്സ് മുതൽ ബേസ് വരെ വരച്ച ഒരു ലൈൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രയാങ്കിളിൻ്റെ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുകളായി വിഭജിക്കുന്നു. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ കോണിൻ്റെ സൈൻ നൽകുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ ഹൈപ്പോട്ടനിയസിൻ്റെ അനുപാതമാണെന്ന് നമുക്ക് അറിയാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടീനിയസ്. Sin theta divided by 2 is equal to a divided by 2 divided by r. അതുകൊണ്ട്
30 mm ട്രയാങ്കിളിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് ഇത് നൽകുന്നു. R ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2. R ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 120 ഡിവൈഡഡ് ബൈ 2. R ഈസ് ഈക്വൽ ടു 17.321 mm, approximately equal to 17.3 mm. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡർ 17.5 mm നീളത്തിലേക്ക് സെറ്റ് ചെയ്യുക. O കേന്ദ്രമായി ഒരു ഡിവൈഡർ ഉപയോഗിച്ച് 17.5 mm റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡർ 30 mm നീളത്തിലേക്ക് സെറ്റ് ചെയ്യുക. ഒരു 30 mm ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ലഭിക്കുന്നതിനായി L, M, N എന്നീ പോയിന്റുകളിൽ സർക്കിളിനെ വിഭജിക്കുക. ഒരു 30 mm വശങ്ങളുള്ള ഈക്വലേറ്ററൽ ട്രയാങ്കിൾ മാർക്ക് ചെയ്യുന്നതിനായി L, M, N എന്നീ പോയിന്റുകൾ ഒരു സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. നമുക്കിപ്പോൾ ഷീറ്റ് മെറ്റലിൻ്റെ ചിപ്പിംഗ് അല്ലെങ്കിൽ ഷിയറിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഷീറ്റ് മെറ്റൽ ഒരു പ്ലേറ്റിൽ വെച്ച് ക്ലാമ്പ് ചെയ്യുക. ഫ്ലാറ്റ് ചിസിലും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് പെൻറ്റഗൺ ആകൃതിയുള്ള ഷീറ്റിൽ നിന്ന് 30 mm വശങ്ങളുള്ള ട്രയാങ്കിൾ കട്ട് ചെയ്തെടുക്കുക. ഫ്ലാറ്റ് ചിസിലും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഹെക്സഗൺ ആകൃതിയിലുള്ള ഷീറ്റിൽ നിന്ന് 40 mm വശങ്ങളുള്ള പെൻറ്റഗൺ കട്ട് ചെയ്ത് എടുക്കുക. ഫ്ലാറ്റ് ചിസിലും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് സർക്കിൾ ആകൃതിയിലുള്ള ഷീറ്റിൽ നിന്ന് 50 mm വശങ്ങളുള്ള ഹെക്സഗൺ കട്ട് ചെയ്തെടുക്കുക. ചെറിയ ഫ്ലാറ്റ് ചിസിലും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് 120 mm വ്യാസമുള്ള സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ജിയോമെട്രിക് പ്രൊഫൈലുകളുടെ അളവുകൾ പരിശോധിക്കുക. ഒന്നുകൂടി നോക്കാം നാം പഠിച്ചവ. ഒരു വുഡൻ മാലറ്റ് ഉപയോഗിച്ച് ഒരു ഷീറ്റ് ഫ്ലാറ്റൻ ചെയ്യുക. വിവിധതരം ജിയോമെട്രിക്കൽ ഷേപ്പുകൾ മാർക്ക് ചെയ്യുക. ഒരു ഫ്ലാറ്റ് ചിസിൽ ഉപയോഗിച്ച് വിവിധതരം ജിയോമെട്രിക്കൽ ഷേപ്പുകൾ ചിപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഷീറ്റ് മെറ്റലിൻ്റെ ചിപ്പിംഗ് അഥവാ ഷിയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.